വയനാട്ടിലെ അതിജീവനത്തിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ് ഇന്ന് അവിടെ സംഭവിക്കുന്നത്. LDF UDF മുന്നണികൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ വയനാട്ടിൽ ആരംഭിച്ചു. നിങ്ങൾക്കറിയാം കാരണമൊക്കെ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ് ഇരു മുന്നണികളും ഇന്ന് ഹർത്താൽ നടത്തുന്നത്. നമ്മളെ ഞെട്ടിച്ച സംഭവമാണ് കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല എന്നുള്ളത്. വയനാട് ലക്കിടി കവാടത്തിൽ UDF പ്രവർത്തകർ വാഹനങ്ങൾ ഇപ്പോൾ തടയുന്നു എന്നാണ് നമ്മുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ വയനാട് ദുരന്തം അതിൻ്റെ മുഴുവൻ തീവ്രതയിലും കണ്ട ഒരാളാണ് ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ. സുർജിത്ത് അയ്യപ്പത്ത്, ഇന്ന് നടക്കുന്ന ഈ വഴിതടയൽ, അതുപോലെ ഈ സമര പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെ വയനാടിൻ്റെ ആത്മാവിലേക്ക് അവഗണനയുടെ ചിത കത്തിച്ച ആൾക്കാരോടുള്ള പ്രതിഷേധമാണ്. പറയൂ. SKN, ഗുഡ് മോർണിംഗ്. ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ലക്കിടി കവാടമാണ്, വയനാടൻ ചുരമാണ്. ഈ ചുരത്തിലാണ് ഇപ്പോൾ UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ഇത് കോൺഗ്രസ് പ്രവർത്തകരാണ്, അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ രാവിലെ തന്നെ 6 മണിയോടുകൂടി തന്നെ 6 മണി മുതൽ 6 മണി വരെയാണ് ഇന്ന് ഹർത്താൽ. LDFും സമാനമായ രീതിയിൽ തന്നെ ഹർത്താൽ ആചരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി നേരത്തെ വാഹനങ്ങൾ തടഞ്ഞിട്ടിരുന്നു. അതിൽ ചില വാഹനങ്ങൾ, കുറച്ച് വാഹനങ്ങൾ അവർ വിട്ടു. വീണ്ടും പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെയുള്ളവർ നമുക്ക് ഇവിടെ കാണാം. വാഹനങ്ങളുടെ നീണ്ട നിര തന്നെയാണ് ഇവിടെ പ്രകടമായിട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിയുന്നത് അത് തന്നെയാണ്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇതുമായി ഒരു തരത്തിലുള്ള സഹായവും ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപം, പരാതി, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് വഴിമാറിയിരിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കണമെന്ന് UDF ആവശ്യപ്പെടുന്നുണ്ട്. LDFിനെ സംബന്ധിച്ചിടത്തോളം LDF പറയുന്നത് കേന്ദ്ര സർക്കാർ ഈ ചൂരൽമലയും മുണ്ടക്കൈയും കൈയൊഴിയുന്ന സ്ഥിതിയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നുള്ളതാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധവും സമരവും നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതാക്കൾ, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എല്ലാം തന്നെ ഇവിടെയുണ്ട്. എന്താണ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത്? മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും പാവങ്ങളെ വഞ്ചിക്കുന്ന കേരള സർക്കാരുകൾ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന ഒരു ചില്ലി കാശ് പോലും ഇവിടുത്തെ ചൂരൽമലയിലേലും മുണ്ടക്കൈയിലേലും പാവങ്ങൾക്ക് ചെലവഴിച്ചിട്ടില്ല എന്നാണ് ഇന്നലെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് ഒരു കുട്ടിയെ താലോലിച്ച് പോയിട്ടല്ലാതെ ആ മുഴുവൻ സ്ഥലങ്ങളും അദ്ദേഹം കണ്ടു. അവിടുത്തെ ഏറ്റവും വലിയ ദുരിതം അയാൾ കണ്ടു. എന്നിട്ട് പോലും അയാൾ കണ്ണു തുറന്നിട്ടില്ല. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇത്. ഈ പ്രതിഷേധം അവസാനിക്കില്ല. ആ പാവങ്ങൾക്ക് നീതി കിട്ടുന്നതുവരെ ഞങ്ങൾ പോരാട്ടവുമായി നയിക്കും. ഇതാണ് ഇവർ പറയുന്ന കാര്യം. കാരണം പ്രധാനമന്ത്രി ഈ ദുരന്തമുണ്ടായതിന്റെ 10ാം നാളിലാണ് ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം നേരെ ചൂരൽമല, മുണ്ടക്കൈ ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ ആകാശ നിരീക്ഷണം ആദ്യം നടത്തി. പിന്നെ അവിടേക്ക് ഇറങ്ങിക്കൊണ്ട് തന്നെ അവിടെ ആളുകളെ കണ്ടു, ആളുകളുമായി സംസാരിച്ചു. അതിനുശേഷം ഈ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെത്തി. ദുരന്തം ബാധിച്ച, അതായത് വലിയ രീതിയിൽ പരിക്കേറ്റ് കിടന്നിരുന്ന നൈസമോളെ കണ്ടു. അവന്തികയുടെ കവിളിൽ തലോടി. അതിനുശേഷം അരുണുമായും അതോടൊപ്പം തന്നെ അനിൽകുമാറുമായി അത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടന്നിരുന്ന ആളുകളുമായി സംസാരിച്ചു. ഇവിടെ നിന്നും മടങ്ങി കേന്ദ്ര സംഘം പിന്നാലെ എത്തി. കേന്ദ്ര സംഘം പഠനം നടത്തി, പഠനം പൂർത്തിയാക്കി. ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകി. പക്ഷേ ഇനിയും ധനസഹായം എന്നുള്ളത്, പ്രത്യേക ധനസഹായം എന്നുള്ള ആവശ്യത്തിന്റെ മുകളിൽ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപവും പരാതിയുമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ പുനരധിവാസം ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കുന്നില്ല എന്നുള്ള കാര്യവും ഈ UDF പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. LDF കേന്ദ്ര സർക്കാരിനെതിരെ ഇന്ന് ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം, വലിയ രീതിയിലുള്ള അമർഷം, അതെല്ലാം തന്നെ ഇവിടെ പുകയുന്നുണ്ട്. അതിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ ഉള്ള ഒരു ഹർത്താൽ നടത്താനുള്ള തീരുമാനത്തിലേക്കും എത്തിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത്. നിങ്ങൾക്കറിയുന്ന പോലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ വയനാട്ടിൽ വലിയ കടുത്ത പ്രതിഷേധം നടക്കുകയാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ധനസഹായം നൽകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കേരള ഹൈക്കോടതി അടുത്തിടെ ചൂണ്ടിക്കാണിച്ചത് നമ്മൾ ഓർമ്മിക്കുക. ഈ ആഴ്ച എത്ര കൊടുക്കാൻ കഴിയുമെന്ന കാര്യം കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വെളിപ്പെടുത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടിയന്തര സഹായം ലഭിച്ചേ തീരൂ. മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുമ്പോൾ അത്യാവശ്യമെങ്കിലും നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കേരളം ഇന്ത്യയിൽ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നില്ലേ എന്നുകൂടി മുഖ്യമന്ത്രി ചോദിച്ചതും അമർഷം പുകയുന്ന മനസ്സോടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.